പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം 2 ലക്ഷം കടന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമുക്ക് ഔദ്യോഗിക കണക്ക് 1,99,117 അവിടെ പ്രിയങ്ക ഒരു പ്രതീക്ഷിച്ച വിജയത്തിലേക്ക് എത്തുന്നു എന്ന തലത്തിലേക്ക് കാര്യങ്ങൾ നീക്കേണ്ടി വരും. ഭൂരിപക്ഷം 4 ലക്ഷം കടക്കുമെന്നാണ് AP അനിൽകുമാറിനെ പോലെ അവിടെ പ്രവർത്തിച്ച ആളുകൾ പറഞ്ഞിരുന്നത്. 2 ലക്ഷത്തി വയനാട് കടന്നു, 2 ലക്ഷം കടന്നു, 2,91,073, 2,91,073 പ്രിയങ്കയുടെ ഭൂരിപക്ഷം കടന്നിരിക്കുന്നു. 2 ലക്ഷം കടന്നു വയനാട്ടിൽ പ്രിയങ്കയുടെ ഭൂരിപക്ഷം. മലമടക്കുകളിൽ കേൾക്കുന്ന വിജയഗാഥ പ്രിയങ്ക ഗാന്ധിയുടെ UDFന്റെ വിജയഗീതമാണ് വയനാട്ടിൽ നിന്ന് കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ചേലക്കര 10,000-ലേക്ക് എത്തുകയാണ്. അതാണ് LDFന്റെ അവകാശവാദം. LDF ക്യാമ്പ് പറഞ്ഞ കണക്കതാണ്. 5 അക്കം 10,000. ആ 10,000-ലേക്ക് ചേലക്കര എത്തുന്നു എന്നുള്ള കാര്യം കൂടി ഒരു വശത്ത് വരികയാണ്. അഭിമാനിക്കാം, ഇടതുപക്ഷത്തിന് ചേലക്കരയിൽ ഒരൊറ്റ റൗണ്ടിൽ വിട്ടുകൊടുത്തിട്ടില്ല. എവിടെയും ലീഡ് നില മാറിയിട്ടില്ല, അങ്ങോട്ടോ ഇങ്ങോട്ടോ ചാഞ്ചാടിയിട്ടില്ല. പോസ്റ്റൽ വോട്ട് തൊട്ട് ഈ മിനിറ്റ് വരെ രമ്യ ഹരിദാസ് ഒരിക്കലും 2ാം സ്ഥാനത്ത് നിന്ന് 1 ഇഞ്ച് മുന്നോട്ട് വെച്ചിട്ടില്ല. സ്ഥാനാർത്ഥിയെ നാമാവശേഷമാക്കി PV അൻവർ തീർന്നു. ചേലക്കരയിൽ PV അൻവർ തീർന്നു. തീർച്ചയായും, അതായത് പാലക്കാട്ട് 1425-ലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭൂരിപക്ഷം എത്തുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. 1425 രാഹുലിന്റെ ഭൂരിപക്ഷം. ക്രമാനുഗതമായി രാഹുൽ ഭൂരിപക്ഷം കൂട്ടുന്നുണ്ട് എന്നാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. അത് ഈ 7ാം റൗണ്ട് കഴിഞ്ഞപ്പോൾ മുതൽ രാഹുലിന്റെ ഒരു കുതിച്ചുചാട്ടമുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അവിടെ പാലക്കാട്ട് രാഹുൽ വിജയിച്ചാൽ അത് UDFന് വലിയ ആശ്വാസമാകും. പ്രിയങ്ക ഗാന്ധിക്ക് ഒരു 4 ലക്ഷം ഭൂരിപക്ഷവും പാലക്കാട്ട് രാഹുലിന്റെ ഒരു കംഫർട്ടബിൾ വിന്നുമുണ്ടായാൽ സതീഷ് പറഞ്ഞു നിൽക്കാം, സുധാകരന് പറഞ്ഞു നിൽക്കാം, UDFന് ആശ്വസിക്കാം, ചിരിക്കാം. ചേലക്കരയിലെ പരാജയം അവർക്ക് മറക്കാം. പക്ഷെ ചേലക്കരയിൽ അവർ വലുത് പ്രതീക്ഷിച്ചിരുന്നു. ഭരണവിരുദ്ധ വികാരം അത് വർക്ക് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. ഇടതുപക്ഷത്തിനും പറഞ്ഞു നിൽക്കാനായി. ഇനിയിപ്പോൾ AK ബാലനും രാധാകൃഷ്ണനും ഒക്കെ പറയാനുള്ള കാര്യങ്ങളായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ചേലക്കരയിൽ എന്ത് സംഭവിച്ചു? റിയാസിനും സംസാരിക്കാം. ചേലക്കരയിൽ ഞങ്ങൾ വിജയിച്ചില്ലേ? ഭരണവിരുദ്ധ വികാരം അവിടെ ആഞ്ഞടിച്ചില്ലല്ലോ. ന്യൂനപക്ഷ മേഖലകളിൽ ഞങ്ങൾ വോട്ട് തേടിയില്ലേ എന്നും ഇടതുപക്ഷത്തിന് പറയാം. അത്തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതായത് കയ്യിലുള്ളതൊന്നും ആർക്കും പോയിട്ടില്ല, BJPക്ക് മുന്നോട്ട് വരാനും കഴിഞ്ഞില്ല. തൃശ്ശൂരുണ്ടായത് സുരേഷ് ഗോപി ഇഫക്ട് മാത്രമായിരുന്നു, അത് BJP ഇഫക്ട് ആയിരുന്നില്ല എന്ന് പറയും. ഇനി തൊട്ട് UDFും പറയും, LDFും പറയും സുരേഷ് ഗോപി ഇഫക്ട് ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് BJP, ഒന്നുമില്ല, NDAയുടെ ഒരു ഇഫക്റ്റും അതിനകത്തില്ല എന്ന് പറയും ഇത് കഴിയുമ്പോൾ. തീർച്ചയായും അത് ഈ പാലക്കാട്ട് BJP ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു. അവിടെ വിജയം അവർ വല്ലാതെ ആഗ്രഹിച്ചിരുന്നു. ഈ സുരേന്ദ്രന്റെ ഒക്കെ ഒരു ഉരകല്ലായി പാലക്കാട് മാറേണ്ട പശ്ചാത്തലം ഉണ്ടായിരുന്നു. പക്ഷെ അത് സംഭവിക്കുന്നില്ല. പ്രത്യേകിച്ചും നഗര കേന്ദ്രങ്ങളിലൊക്കെ നടത്തിയ വലിയ പ്രചരണം ആ തരത്തിൽ ഉണ്ടാകുന്നില്ല എന്നത് പ്രധാനമാണ്. ഇന്ന് രാവിലെ വരെ വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു. പക്ഷെ ഇന്ന് രാവിലെ കൃഷ്ണകുമാർ സംസാരിക്കുമ്പോൾ അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ടായിരുന്നു. വോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ചെയ്തതുമായി ബന്ധപ്പെട്ട്. ഒരുപക്ഷെ പരാജയം സംഭവിച്ചാൽ പ്രധാനപ്പെട്ട ആരോപണം അതുതന്നെയാകും. CPMന്റെ അടക്കം വോട്ടുകൾ മാറി ചെയ്തു. പല തെരഞ്ഞെടുപ്പുകളിലും